മുഖത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ പൂർണ്ണമാക്കി തുടച്ചു മാറ്റിയിട്ട് ചർമ്മത്തിന് തിളക്കം നൽകാൻ കഴിയുന്ന അടിപൊളി ഒരു സ്ക്രബാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുഖത്തിൻ്റെ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് തുടച്ചു മാറ്റിയിട്ട് തിളങ്ങുന്ന ഒരു അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ആ ഒരു സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. മുഖത്തിൻ്റെ ചർമ്മത്തെ തിളക്കം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ഒരു സ്ക്രബാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. മുഖത്തിൻ്റെ അഴുക്ക് ചർമ്മമായിട്ടുള്ളത് തുടച്ച് മാറ്റിയിട്ട് തിളക്കം വെക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. ചർമ്മത്തിന് ഇപ്പോൾ പലതരം പ്രശ്നങ്ങളും പലർക്കും അലട്ടുന്നുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. എന്തായാലും നമ്മളിപ്പോൾ പുറത്ത് നിന്ന് വലിയ വില കൊടുത്തിട്ട് കോഫി ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്ക്രബൊക്കെ മേടിക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പുറത്ത് പോയിട്ട് ഇപ്പം വില കൊടുത്ത് മേടിക്കുമ്പോൾ 1000-1500 രൂപയുടെയാണ് കോഫി ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്ക്രബ്. പെട്ടെന്ന് റിസൾട്ട് കിട്ടും. പക്ഷേ അതിനകത്ത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് ചർമ്മത്തിന് പെട്ടെന്ന് തന്നെ ദോഷം ചെയ്യാനും ഇടയാകും. നമ്മളുടെ നാച്ചുറൽ പരമായിട്ടുള്ള സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ദോഷങ്ങൾ വരാതെയും ചർമ്മത്തിനൊരു നല്ല മാറ്റം കിട്ടാനും ഒക്കെ ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. എന്തായാലും ഞാൻ ആ സ്ക്രബ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിലേക്ക് പോകാം കേട്ടോ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോഫി സ്ക്രബാണ്. ഇത് കോഫി പൗഡറാണ്. ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് ഇതെന്തായാലും മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് പാല് ഒഴിക്കട്ടെ. അതായത് 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതങ്ങ് മെൽറ്റായിട്ട് ഇറങ്ങും. കാരണം ഓൾറെഡി ഇത് കട്ട പിടിച്ചു പോയി. അതുകൊണ്ടാണ്. എന്തായാലും ഞാനിതൊന്ന് മിക്സാക്കി എടുക്കട്ടെ. ഓക്കെ. കോഫി പൗഡർ എടുക്കുന്ന സമയത്ത് ഇതായിട്ടിരിക്കുന്നതാണെങ്കിൽ ഇതുപോലെ പാല് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കട്ട പിടിച്ചു പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇച്ചിരി പാല് ചേർത്തിട്ട് ഇതാക്കുന്നത്. അപ്പം ഞാൻ ഫേസിലേക്ക് ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളോട് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. നിങ്ങളിപ്പം ചെയ്യുന്ന സമയത്ത് പൗഡറാണെങ്കിൽ പാല് ചേർക്കണ്ട. ഞാൻ ബാക്കി പറയുന്ന കാര്യങ്ങൾ ചേർത്താലും മതിയാകും. പാല് ചേർത്താലും നല്ലതാണ്. കാരണം ഇവിടെ മക്കളെടുത്തിട്ട് തുറന്ന് വെച്ചപ്പോഴത്തേക്ക് ഇത് കട്ട പിടിച്ചു പോയി. പെട്ടെന്നാണ് കോഫി പൗഡർ കട്ട പിടിക്കുന്നത്. അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ കയ്യിലിപ്പം അല്ലാത്ത പൗഡർ കാണുമല്ലോ. തരിയുള്ളതാണെങ്കിലും അല്ലാത്ത കോഫി പൗഡർ ആണെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഏതാണെങ്കിലും കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പെട്ടെന്നാണ് ഈ കട്ട പിടിച്ചു പോയത്. ഞാൻ ഇന്നലെ വെച്ചിട്ട് മക്കൾ കോഫി ഉണ്ടാക്കാൻ നേരത്ത് അവർ എടുത്തിട്ട് അടയ്ക്കാതെ വെച്ചതാണെന്ന് തോന്നുന്നു. കയറിപ്പോയതാണ്. ഞാൻ മിൽക്ക് ചേർത്തിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ്. ഹണി നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്ക്രബ് എന്ന് പറയുന്നത് ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടച്ചു മാറ്റിയിട്ട് ചർമ്മത്തിന് നല്ലൊരു ഗ്ലോ എഫക്റ്റ് നൽകാനായിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. ഞാനിവിടെ ഹണിയാണ് ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ. 1 ടേബിൾ സ്പൂൺ. ഓക്കെ. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സാക്കാം. ഈ ഒരു സ്ക്രബ് ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ വളരെ പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ വളരെ പെട്ടെന്നാണ് ഇല്ലാതാക്കുന്നത്. കുറച്ചുകൂടെ ആ ഒരു കട്ട കിടപ്പുണ്ട്. 1 ടേബിൾ സ്പൂൺ അല്ലേ നമുക്ക് വേണ്ടത്. കാരണം അത് കട്ട ഭയങ്കരമാണ്. എന്തോ ചെയ്യാൻ പറ്റും. ഇനി പുതിയത് മേടിക്കണം എനിക്ക്. അങ്ങനെ അത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീരും കോഫി പൗഡറും കൂടി ചർമ്മത്തിന് തേക്കുന്ന സമയത്ത് നല്ലൊരു എഫക്റ്റ് നൽകാനായിട്ട് സാധിക്കും. 1 അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങയുടെ നീര് ഞാൻ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനിയും ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ. ഈ ഒരു സ്ക്രബ് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ എന്ത് തന്നെ പ്രശ്നങ്ങളെ ഉണ്ടെങ്കിലും അതിനെ മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അങ്ങനെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്.
അതിനുശേഷം ഇനി നമ്മൾ ഇത് നല്ല പോലെ മിക്സ് ആക്കണം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യരുത്. ഇപ്പോൾ ഇന്ന് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാകും. റെഗുലറായിട്ട് ഈ ഒരു സ്ക്രബ്ബ്, കോഫി സ്ക്രബ്ബ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇതാ നമ്മുടെ സ്ക്രബ്ബ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റ് ആവാനായിട്ട് പാടില്ല, ചെറിയ രീതിയിൽ തരികൾ വേണം. ഫേസിലിട്ട് നമുക്ക് സ്ക്രബ്ബ് ചെയ്യണ്ടേ, അതേ രീതിയിലായിട്ട് നമുക്ക് ആ പഞ്ചസാരയുടെ തരികൾ ഇരിക്കണം. എന്തായാലും ഞാൻ എൻ്റെ ഫേസിലിട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ, ഇതേപോലെ ഇരിക്കണം. ഞാൻ ഇട്ടിട്ടുള്ള ആ ലൈവ് ചേഞ്ചസ് ഒക്കെ കാണിക്കാം. നമ്മുടെ സ്ക്രബ്ബ്, ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. ഞാനൊരു സ്ക്രബ്ബ് ഇതുപോലെ കോഫിയുടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇപ്പം ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ക്രബ്ബ് ഞാൻ ഉപയോഗിച്ചായിരുന്നു. എനിക്ക് പറയാൻ പറ്റുന്നില്ല അതിൻ്റെ റിസൾട്ട്. കൊള്ളില്ല, ഉള്ള കാര്യം പറയാം, കൊള്ളില്ല. ഞാൻ ഇതാണ് ഇപ്പം ചെയ്യാറുള്ളത് ഫേസിനകത്ത് ഡെഡ് സ്കിന്നൊക്കെ പോകുന്നതിന് വേണ്ടി. പക്ഷേ നമ്മുടെ നാച്ചുറലായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഓൾറെഡി എൻ്റെ കോഫി കട്ട പിടിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റി അവർ അടച്ചു വെക്കാതെ പോയതിൻ്റെ പേരിൽ കോഫി കട്ട പിടിച്ചു പോയി. ഇന്നലെ എങ്ങാണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു 2 പേരുടെ. പക്ഷെ എന്തായാലും നമുക്ക് അതിനകത്ത് പാല് ചേർത്തിട്ട് ഞാൻ മെൽറ്റാക്കി എടുത്തതാണ് ഇപ്പോൾ ചെയ്തത്. പാല് ചേർത്തിട്ട് അതിന് കട്ടയെല്ലാം മാറ്റിയെടുത്ത് മെൽറ്റാക്കി ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ആ ഷുഗർ അവിടെ ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? അടുത്ത ഷുഗർ അവിടെ ഇവിടെ കൊണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത്. അത് അഴുക്കളയൊക്കെ നമ്മുടെ സ്കിന്നിനകത്ത്, നമ്മുടെ സ്കിൻ സെല്ലിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കളയൊക്കെ പുറന്തള്ളാനായിട്ടാണ് ഈ ഒരു സ്ക്രബ് നമ്മൾ ചെയ്യുന്നത്. ആ സെല്ലിലൊക്കെ അടഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കളൊക്കെ കാരണം നമ്മുടെ ചർമ്മത്തിന് എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ചർമ്മത്തിൻ്റെ നിറമൊക്കെ കുറച്ച് കളയും. നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നിനെ തുടയ്ക്കാനും ചർമ്മത്തിൻ്റെ സെല്ലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കളെ ഇല്ലാതാക്കാനും നമ്മുടെ മറ്റുള്ള പ്രശ്നങ്ങൾ, ചർമ്മത്തിന് എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ക്രബ് ചെയ്യണം, നല്ലൊരു വ്യത്യാസം കിട്ടും. നമ്മളിപ്പോൾ സ്ക്രബ് ഇട്ടതിന് ശേഷം ചെറിയ രീതിയിൽ തണുപ്പും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടാവും. അത് ചർമ്മത്തിലേക്ക് പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. എന്തായാലും നമുക്ക് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഡ്രൈ ആകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ഒരു വലിച്ചിലുണ്ടാകും, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫേസിൽ നിന്ന് സ്ക്രബ് ഇങ്ങനെ റൗണ്ടിൽ ചെയ്യണം. ഓക്കെ, റൗണ്ടിൽ ചെയ്തിട്ട് വേണം ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. എന്നാലേ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്ന് ഇല്ലാതാവുകയുള്ളൂ. വലിയ ശക്തമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മുടെ ഷുഗറിനകത്ത് ഒരു നമ്മുടെ കുപ്പിച്ചിൽ ചീള് പോലെ ഇരിക്കുമല്ലോ, സ്കിന്ന് വളരെ സോഫ്റ്റാണ്, മുറിയാനായിട്ട് ഇടയാവും. അപ്പം നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ തുടച്ച് നിങ്ങളെ കാണിക്കാം. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വാവ്, കണ്ടോ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ പോയതുകൊണ്ട്. ഞാൻ ആ കമ്പനിയുടെ പേര് പറയാത്തത് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് എൻ്റെ പൈസ പോയത് മെച്ചം. കാരണം ഒട്ടും കൊള്ളില്ല. അതിനെക്കാട്ടിലൊക്കെ നല്ലതാണ് നമ്മുടെ നാച്ചുറൽ കോഫി കൊണ്ടുള്ള, നമ്മുടെ കോഫി കൊണ്ട് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കി ചെയ്യുന്ന സ്ക്രബ്. ഓക്കെ, കണ്ടോ, ഞാൻ തുടച്ചുകൂടെ എങ്ങനെ കാണിക്കാം. തുടച്ചപ്പോൾ തന്നെ ഒരു മാറ്റം കണ്ടോ. നിങ്ങൾക്ക് ഐസ് വെച്ചിട്ട് ഫേസിനകത്ത് നമ്മൾ സെല്ലപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുമല്ലോ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം. സെല്ലാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഒരു ഇതിനെയൊക്കെ അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം മസാജ് ചെയ്യുന്നത് ഒരു ബെറ്റർ സംഭവമാണ്. അത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈറ്റ് ആകും. ഓൾറെഡി എങ്ങനെയാണ് തയ്യാറാക്കിയെന്നും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കണ്ടല്ലോ, ചർമ്മത്തിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതായത് കണ്ടല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്ക്രബ് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ പാൽ പോലെ തിളക്കം വെക്കാനായിട്ട് ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. എന്ത് തന്നെ പ്രശ്നം ചർമ്മത്തിന് അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു സ്ക്രബിൽ നിന്ന് സാധിക്കും. എല്ലാത്തരം ചർമ്മക്കാർക്കും ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ
കോഫി ഉപയോഗിക്കുന്നത് കൊണ്ട് ചർമ്മത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ് ചെയ്യാതിരിക്കുക. അതിന് പകരം വേറുള്ള സ്ക്രബുകളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ, ചെയ്തേക്കണം, എന്നാലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയണം, നിങ്ങളുടെ ഹെയറിനെ കുറിച്ചൊക്കെ അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കും, ഞാൻ എൻ്റെ മറുപടി പറയാം കേട്ടോ. ഇന്നത്തെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്തേക്കണേ, മറക്കരുതേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.